കണ്ണാന്തളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഗ്ലൂ ഗണ്ണിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു. സിൻഡ്രല്ല ഡോൾ മേക്കിങ്ങിൽ നമുക്ക് ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉപയോഗം ഒരു വീഡിയോ വഴി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഗ്ലൂ ഗണ്ണ്. ഇതിനെ ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇപ്പൊ പൊട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. 60 വാട്ട്സിന്റെ ഗ്ലൂ ഗണ്ണാണത്. അത് 20 വാട്ട്സ്, 25 വാട്ട്സ്, 40 വാട്ട്സ്, അങ്ങനെ 100 വാട്ട്സ് അങ്ങനെയുള്ള ഗ്ലൂ ഗണ്ണൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതിന് എത്ര വാട്ട്സ് ആണ് അതിനനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരിക. ഞാനിപ്പോ ഈ വാങ്ങിയ ഗ്ലൂ ഗൺ 60 വാട്ട്സിന്റെ ഇതിന് 250 രൂപയാണ് വന്നിട്ടുള്ളത്. 20 വാട്ട്സ് 25 വാട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു 200 രൂപയ്ക്ക് അകത്തൊക്കെ വരില്ല. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാം. ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതും ഇത് അവരുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനം, ഒരു ഉപകരണമാണ് ഈ ഗ്ലൂ ഗണ്ണ്. ഇത് ഒരുപാട് സംഗതികൾ നമുക്ക് ഒട്ടിക്കാനും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിനൊരു ഗണ്ണിന്റെ ഷേപ്പാണ്, കാണുന്നുണ്ടാവും. ഈ ഗണ്ണിന്റെ ഷേപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഗ്ലൂ ഗൺ എന്ന് പറയുന്നത്. ഇത് വാങ്ങിച്ചപ്പോ എനിക്ക് ഇതിന്റെ കൂടെ ഒരു നൈഫും കിട്ടിയിട്ടുണ്ട്, ഒരു ഗ്ലൂ സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പാർട്സ് എന്ന് പറയുന്നത്, ഇതിന് ഇവിടെ ഒരു നോസിൽ ഉണ്ട്. ഇത് ചൂടായിട്ടുള്ള ഗമ്മ ഈ നോസിൽ വഴിയാണ് പുറത്തേക്ക് വരിക. പിന്നെ വരുന്നത് ഇതിനൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അപ്പൊ ഇതിന് ഈ പുറകു വശത്ത് ഇതിന്റെ ഈ നോസിലിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡില് ഒരു ഹോൾ ഉണ്ട്. ഈ ഹോള് കൂടെ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഹോള് വഴി കയറുന്നത് അല്ലെങ്കിൽ ഈ വട്ടത്തിലുള്ള സ്റ്റിക്ക് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. ചിലതിൽ വണ്ണം കൂടിയതായിരിക്കും, വണ്ണം കുറഞ്ഞതുണ്ട്. അപ്പൊ 20 വാട്ട്സിന്റെ 25 വാട്ട്സിന്റെ ഒക്കെയാണ് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് വാങ്ങിക്കുന്നത് എങ്കിൽ കുറച്ചുകൂടി വണ്ണം കുറഞ്ഞിട്ടുള്ള സ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. ഇതിനൊക്കെ കുറച്ചുകൂടി ഡയാമീറ്റർ കൂടിയിട്ടുള്ള സ്റ്റിക്കാണുള്ളത്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് സ്റ്റിക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഈ പ്ലഗ് പോയിന്റിൽ ഞാനിത് കുത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നിനെ. ഇനി ഇതാ ഇവിടെയുള്ള ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അപ്പൊ ഇതിനെ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ അതിനൊരു പച്ച ലൈറ്റ് തെളിയുന്നുണ്ട്. ഇപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട്. 60 വാട്ട്സിന്റെ ആയതുകൊണ്ട് ഇത് 1 മിനിറ്റ് കൊണ്ടൊക്കെ ചൂടാവേണ്ടതാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇത് ചൂടായിട്ട് ഇവിടെ ഗ്ലൂ ഉരുകി ഈ നോസിൽ വഴി പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റോൺ ആണ്. അപ്പൊ എന്ത് സാധനത്തിനെ നമുക്ക് ഒട്ടിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഫെവിക്കോളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉണങ്ങാൻ തന്നെ താമസമായിരിക്കും. ഇതിപ്പോ അങ്ങനെയുള്ള ഒരു വിഷയം വരുന്നില്ല, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ പോരാത്തതിന് ഈ ഗ്ലൂ സ്റ്റിക്ക് തന്നെ, ഇതാണ് സ്റ്റിക്ക് നമ്മൾ വാങ്ങിക്കുകയാണ്. ഈ സ്റ്റിക്ക് തന്നെ നമുക്ക് ഗ്ലിറ്ററിങ് ആയിട്ടുള്ള സ്റ്റിക്കും കിട്ടും. നമുക്ക് ആ രീതിയിൽ ഒരു ഗ്ലിറ്ററിങ് സ്റ്റിക്ക് വേണമെങ്കിൽ അങ്ങനത്തെ സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാം. നമുക്കിങ്ങനെ മാറ്റിലൊക്കെ വർക്ക് ചെയ്യണം, ഈ മാറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ പശ ഇട്ടു. അപ്പൊ നമുക്ക് ആവശ്യമില്ല, ചൂടാക്കണ്ടാത്ത സമയത്ത് നമുക്ക് ഇവിടെ ഓഫ് ചെയ്തിട്ടാൽ മതി. ഇവിടെ തന്നെ പ്ലഗ് തന്നെ ഓഫ് ചെയ്യണമെന്നില്ല. അതാണ് ഇവിടെ ഈ ഓൺ ഓഫ് ബട്ടന്റെ ഒരു ഗുണമുള്ളത്. എന്തെങ്കിലും ഒട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കണം. ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും. ഏതൊരു സർഫസിലും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ഉപകരണമാണിത്. നമുക്കിത് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിനെ ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം പ്ലാസ്റ്റിക് ആണിത്. സ്റ്റിക്ക് ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കാണ്. നമുക്കിത് എങ്ങനെ വെച്ച് ഒട്ടിക്കാം. അപ്പൊ മുത്തൊക്കെ ഇതിൽ പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നി പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുക. ഇതൊന്നും എന്താണ്, ഈ സ്റ്റിക്ക് നമ്മൾ ഗ്ലൂ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് മതി, വേണ്ടോ, ഇതിനെങ്ങനെ ഒട്ടിച്ചാൽ മതി. എന്തായാലും എല്ലാവരും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഇതുപോലൊരു ഗ്ലൂ ഗൺ വാങ്ങി വെക്കുക. ഇനി ഇപ്പോ ഈ ഒരു ഉപകരണം എവിടുന്ന വാങ്ങിക്കാൻ കിട്ടുകയെന്ന് ചോദിച്ചാല്, നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. സൈസ് നോക്കണം. ഈ സ്റ്റിക്ക് ഒരു 20-25 വാട്ട്സിന്റെ ഒക്കെ ആണെങ്കിൽ
ചെറിയ സൈസ് ആയിരിക്കും സ്റ്റിക്ക്. 60 വാട്ട്സിന്റെ ഒക്കെ ആകുമ്പോൾ വണ്ണം കൂടിയ സ്റ്റിക്ക് തന്നെ നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ ഗണ്ണിലേക്ക് അത് സ്യൂട്ട് ആവില്ല. ഇത് ഈ ഗ്ലൂ ഗൺ എന്താന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.